പശ്ചിമേഷ്യൻ സംഘർഷത്തെ കോവിഡ് കാലവുമായി ഉപമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാണെന്നും ഒന്നിച്ചു നിന്ന് മറികടക്കണമെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് എല്ലാ സഹായവും അതാത് രാജ്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हम सभी की अपेक्षा थी कि कोरोना के संकट से निकलने के बाद दुनिया नए सिरे से प्रगति की राह पर आगे बढ़ेगी, लेकिन दुनिया के अलग अलग क्षेत्रों में लगातार युद्ध और संघर्ष की परिस्थितियां बनती चली गई. वर्तमान में हमारे पड़ोस में एक माह से भीषण युद्ध चल रहा है. हमारे लाखों परिवारों के सगे संबंधी इन देशों में रहते हैं, खासतौर पर खाड़ी देशों में काम करते हैं. मैं गल्फ कंट्रीज का बहुत आभारी हूं. वे ऐसे 1 करोड़ से ज्यादा भारतीयों को वहां पर हर प्रकार की मदद दे रहे हैं. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അർജുൻ, ഊർജ്ജമാണ് ഏതൊരു രാജ്യത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ 18ഓളം കപ്പലുകൾ ഇപ്പോഴും ഹോർമുസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്നു. ക്രൂഡും PNGയും LPGയും അടക്കമുള്ള വാദങ്ങൾ രാജ്യത്തേക്ക് എത്തേണ്ടതുണ്ട്. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ തന്നെയാണോ, ഈ ഒരു സാഹചര്യത്തിലാണോ കോവിഡ് കാലവുമായി പ്രധാനമന്ത്രി യുദ്ധത്തെ താരതമ്യപ്പെടുത്തുന്നത്? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞു വരുന്നില്ലല്ലോ. സുഹേൽ, പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായിട്ടുള്ള മൻ കി ബാത്തിന്റെ 132ാം എപ്പിസോഡാണ് ഇന്ന് പുരോഗമിച്ചത്. അതിൽ കോവിഡ് കാലത്തുണ്ടായ പോലെ തന്നെ ഇപ്പോൾ എല്ലാ മേഖലയിലും എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് ജനങ്ങളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു പ്രതികരണമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യ ഏറ്റവും അധികം ഊർജ്ജത്തിന് വേണ്ടി ആശ്രയിക്കുന്ന മേഖലയിലാണ് ഈ സംഘർഷം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ തോതിൽ ഇന്ത്യക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയെ മറികടന്ന് പല മാർഗങ്ങളിലൂടെ പല തരത്തിലുള്ള വിതരണം ഇന്ത്യ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ, ഇന്ത്യക്കുണ്ടാകുന്ന ആഘാതത്തിൽ നിന്നും ഇന്ത്യയെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങളിൽ വീഴരുത് എന്നുള്ള കാര്യം കൂടി ഒരു മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ സംഘർഷത്തെ വെറും രാഷ്ട്രീയ മുതലെടുപ്പായി ആരും ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്യുന്നവർ, അങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നവർ രാജ്യത്തിന് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ഗൾഫ് നാടുകളിൽ വലിയ തോതിൽ 1 കോടിയിലധികം ഇന്ത്യക്കാരാണ് ഉള്ളത്. നമ്മുടെ മലയാളികൾ തന്നെയാണ് ഏറ്റവും അധികം ഉള്ളത്. അവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് ആ രാജ്യങ്ങൾ എല്ലാ തോതിലുമുള്ള സഹായങ്ങൾ ചെയ്തു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളോട് വലിയ തോതിൽ കടപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. വരും നാളുകളിൽ ഈ ഒരു സംഘർഷം അത് ദീർഘകാലാടിസ്ഥാനത്തിൽ തുടരുമെന്നുള്ളൊരു സൂചന കൂടി എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. കാരണം ആളുകളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, വ്യാജ പ്രചാരണങ്ങളിൽ നിന്നും വീഴരുത്, ഒരുമിച്ച് നിന്ന് മറികടക്കണം എന്നുള്ള കാര്യം. ഒപ്പം തന്നെ ഇന്ത്യക്കുണ്ടാകുന്ന ഊർജ്ജ പ്രതിസന്ധി അത് ഏത് രീതിയിലാണ് വരുന്നത്, പ്രത്യേകിച്ചും നമ്മൾ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ, നമ്മുടെ ഊർജ്ജ വിതരണം കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖലയിലെല്ലാം തന്നെ ഇപ്പോൾ യുദ്ധമാണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ദീർഘകാലാടിസ്ഥാനത്തിൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്രം വിലയിരുത്തുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ്. പക്ഷേ അതിന് മറികടക്കാൻ വേണ്ടി ഇന്ത്യക്കുണ്ടാകുന്ന ആഘാതങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടികളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നൽകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തി വരുന്നുണ്ട്. സുഹേൽ, എന്തായാലും കോവിഡ് കാലത്തോടാണ് ഉപമ. അതായത് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി അല്ലെങ്കിൽ ഊർജ്ജത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടാണ് സമാനമായ ഒരു പ്രതികരണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.